ഇരട്ടയാർ ശാന്തിഗ്രാം അന്തോപ്പി കവലയിൽ നിന്നും MDMA-യുമായി 30-കാരൻ പിടിയിൽ. ഇരട്ടയാർ സ്വദേശി രാംകുമാർ രവികുമാറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 5 ഗ്രാം MDMA-യും പോലീസ് കണ്ടെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 5 ഗ്രാം MDMA-യുമായി ഇരട്ടയാർ ഉപ്പുകണ്ടം കൊല്ലംപറമ്പിൽ നന്ദു എന്നറിയപ്പെടുന്ന രാംകുമാർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാൾ ഇരട്ടയാർ ശാന്തിഗ്രാം അന്തോപ്പി കവലയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ വീടിന് സമീപത്ത് തന്നെയാണ് രാംകുമാറിനെ പിടികൂടുന്നതും. ജില്ലാ പോലീസ് മേധാവി കട്ടപ്പന DYSP എന്നിവരുടെ സ്പെഷ്യൽ സ്ക്വാഡും തങ്കമണി CI സുബിൻ തങ്കച്ചൻ, ഡാൻസ് ഓഫ് ടീം സബ് ഡിവിഷൻ എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. കേരള ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ശക്തമായ നടപടിയുടെ ഭാഗമായി ഇന്ന് ജില്ലയിലാകമാനം ശക്തമായ പരിശോധന നടത്തി വരികയാണ്. ആയതിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവരുടെയും കട്ടപ്പന DYSP അവരുടെയും അദ്ദേഹത്തിന്റെ സ്ക്വാഡിന്റെയും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെയും തങ്കമണി പോലീസിന്റെയും ശക്തമായ പരിശോധനയിൽ രാംകുമാർ സൺ ഓഫ് രവികുമാർ എന്ന ആളിൽ നിന്നും 5 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശക്തമായ പരിശോധനകൾ തുടർന്ന ദിവസങ്ങളിലും സ്വീകരിക്കുന്നതായിരിക്കും. ഇത് അന്തോപ്പി കവല എന്ന സ്ഥലത്ത് നിന്നും രാംകുമാർ സഞ്ചരിച്ച കാറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. ഇതിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ സോഴ്സിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും കേസുകൾ മുന്നിൽപ്പെട്ട ഉള്ള ആളാണ് ഇയാൾ കേസുകളില്ല. എന്നാലും ഞങ്ങൾ ഒരു 6 മാസം കൊണ്ട് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രദേശത്ത് ഇതിങ്ങനെ ഒരു ലഹരിയുടെ ഒരു വ്യാപനമുണ്ടോ? അതെ. ഈ ഇദ്ദേഹം ഇങ്ങനെ വിൽപ്പന നടത്തുന്നതായുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് വീക്ഷിച്ച് പിടിച്ചെടുത്തത്. തുടർന്നുള്ള ഇനി പരിശോധനകൾ എങ്ങനെയായിരിക്കും? ശക്തമായിരിക്കും. ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെ ഞങ്ങൾ കൂടുതലായിട്ട് കേസുകൾ പിടിക്കുന്നത്. ഏതാനും മാസങ്ങളായി രാംകുമാർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ചില്ലറ വിൽപ്പനയ്ക്കായി വാഹനത്തിന്റെ ഡാഷ്ബോർഡിലാണ് MDMA കരുതിയിരുന്നത്. ചെറിയ തുകയ്ക്ക് ലഭിക്കുന്ന ലഹരി വസ്തു ചെറിയ ഗ്രാമിൽ പാക്കറ്റുകളിലാക്കി 3000 രൂപയ്ക്ക് അടക്കമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. സംഘത്തിലെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.